പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമസ്സബീലു അലല്ലദീന യസ്തഅ്ദിനൂനക. ഐശ്വര്യമുള്ളവരായിരിക്കെ ഒഴിഞ്ഞു നിൽക്കാൻ നിന്നോട് സമ്മതം തേടുകയും ഒഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ ആയിരിക്കുന്നതിൽ തൃപ്തി അടയുകയും ചെയ്ത വിഭാഗത്തിനെതിരെ മാത്രമാണ് കുറ്റം ആരോപിക്കുവാൻ മാർഗമുള്ളത്. അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു മുദ്ര വെക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അവർക്ക് കാര്യം മനസ്സിലാക്കുകയില്ല. അപ്പം എല്ലാ ഇതുണ്ടായിട്ടും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും, വാഹനങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും, ആയുധങ്ങളുണ്ട്, സമയം ഇതൊക്കെ ഉണ്ടായിട്ടും യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്കാണ് കുറ്റം. അല്ലാതെ ചില കാരണങ്ങൾ മൂലം വിട്ടു നിൽക്കുന്നവർക്ക് കുറ്റമില്ല. പ്രവാചകന്റെ കാലത്ത് ഒരുപാട് പേര് യുദ്ധത്തിന് പോകാൻ കഴിയാത്തവരുണ്ടായിരുന്നു. പല കാരണങ്ങളുണ്ടായിരുന്നു. പ്രായമായ മാതാപിതാക്കളുണ്ടായിരുന്നു, അതുപോലെ രോഗിയായ ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും. ആയുധങ്ങളില്ലായിരുന്നു, വാഹനങ്ങളില്ലായിരുന്നു. ഇവരുടെ മേൽ കുറ്റമില്ല. പക്ഷെ ഇതൊക്കെ എല്ലാം ഉണ്ടായിട്ടും മടി കാരണം അല്ലെങ്കിൽ ഭയം കാരണം ഒക്കെ യുദ്ധത്തിന് പോവാതിരുന്നവർക്ക് മേലാണ് കുറ്റം എന്നാണ് ഇവിടെ പറയുന്നത്. അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വെച്ച്, അള്ളാഹു മുദ്ര വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അതിലേക്ക് കയറില്ല. ഇപ്പം നിരീശ്വരവാദികളൊക്കെ പൊതുവെ എല്ലാ ഖുർആനും ഒക്കെ വായിക്കുന്നവരാണല്ലോ. ഖുർആൻ പരിഭാഷയും ഹദീസൊക്കെ അവർ വായിക്കുന്നവർ, എന്നിട്ടും അവർ ഇസ്ലാമിലേക്ക് വരുന്നില്ല. കാരണം എന്താണ്? മുദ്ര വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ജാമിദൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൾക്ക് ആവുന്ന കാലത്തൊക്കെ അള്ളാഹു എന്ത് ചെയ്തു? ഇസ്ലാമിലേക്കുള്ള വഴി തുറന്നു കൊടുത്തിരുന്നു. പക്ഷെ അവൾ ഈ വഴി തിരഞ്ഞെടുത്തു. ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു നിരീശ്വരവാദികളുടെ ഇടയിലും ഒക്കെ സ്വീകാര്യത കിട്ടും. പക്ഷേ മുസ്ലിമായിക്കൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് വലിയ ഡിമാൻഡാണ് നിരീശ്വരവാദികൾക്കിടയിൽ. അവരെ വലിയ കുറേ കാലം പൊക്കി വെച്ച് നടക്കും. പിന്നെ കരിവേപ്പില പോലെ വലിച്ചെറിയുകയും ചെയ്യും. നമ്മളെ അസ്കറലിയൊക്കെ ഉണ്ടല്ലോ, അവന് കുറേ ഇസ്ലാമിനെ കുറേ വിമർശിച്ച് തുടക്കത്തിലൊക്കെ കുറേ സ്റ്റേജ് പരിപാടി കിട്ടി. ഇപ്പോൾ അവന് ആൾക്ക് സ്റ്റേജ് പരിപാടി കൊടുക്കുന്നില്ല, പിന്നെ ആരും അറിയുക പോലുമില്ല. തുടക്കത്തിൽ കുറച്ചൊക്കെ കൊടുക്കും, പിന്നെ അവർ താഴെയും. തുടർച്ചയായിട്ട് ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സ്വീകാര്യത കൊടുക്കും, അല്ലാത്തവർക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ നിരീശ്വരവാദികളുടെ ഇടയിൽ നിന്ന് അവർക്ക് കുറച്ച് സ്വീകാര്യത കിട്ടും. അതുകൊണ്ട് അങ്ങനെ വിമർശനം തൊഴിലായി ജീവിക്കുന്നു. പിന്നെ അവർ യൂട്യൂബ് വരുമാനമുണ്ട്. ഒരുപാട് നിരീശ്വരവാദി ഇപ്പം മുസ്ലിം സുഹൃത്ത് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ അത്ര അങ്ങോട്ടേക്ക് ജനങ്ങൾ സ്വീകരിക്കില്ല. അത് മാത്രമല്ല, ഇവർക്ക് ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും അറിയാമല്ലോ. ഉസ്താദ് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഉസ്താദ് പീഡിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനോട് ഉദ്ദേശം കാണിക്കേണ്ടതില്ല. ഉസ്താദിനെതിരെ കേസ് കൊടുക്കുക, അതാണല്ലോ വേണ്ടത്. അപ്പോൾ അവർക്ക് താല്പര്യമില്ല ഇസ്ലാമിനെ നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. ഓരോ കുറ്റങ്ങൾ പറഞ്ഞു വരുന്നത് ഇവിടെ ഹൃദയങ്ങൾ മുദ്ര വെച്ചിരിക്കണം അല്ലാഹു. അവർക്കൊന്നും കേറില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല. ഇപ്പം ജബ്ബാർ ആയിക്കോട്ടെ, അങ്ങനെ കുറേ ടീമുകളുണ്ടല്ലോ. ഇസ്ലാമിനെ വിമർശിക്കുന്ന മാവൂരാനുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് സകല മുസ്ലിങ്ങൾക്ക് വിദ്വേഷമുള്ളവരും മുസ്ലിം ശപിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മൾ ആരിഫ് ഹുസൈൻ അല്ലേ. അവനൊക്കെ മുസ്ലിങ്ങളോട് ചെയ്യുന്ന ദ്രോഹം ചില്ലറയല്ല. അപ്പോൾ ഇവരൊക്കെ അള്ളാഹു മുദ്ര വച്ചിരിക്കുക. അതൊക്കെ ഞാനൊന്നും മനസ്സിലേക്കൊന്നും കയറില്ല. പിന്നെ ഇങ്ങനെയുള്ള നിരീശ്വരവാദികൾ അള്ളാഹു കയറുവഴി വിട്ടുന്നത് എന്താ വെച്ചാൽ അവരേതുവരെ പോകുന്നത് നോക്കാനും, അതുപോലെ തന്നെ അവരുടെ വിമർശനം കേട്ടിട്ട് ചില ആൾക്കാർ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തയ്യാറാവും. ചില മുസ്ലിം സുഹൃത്തുക്കൾ, നിരീശ്വരവാദികൾ ഇസ്ലാമിനൊന്നും കൂടി പഠിച്ചു നോക്കട്ടെ, ഇതിനും കൂടുതൽ വിമർശനം കണ്ടെത്താമല്ലോ എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ഇസ്ലാമിൽ കുറേ നന്മയാണുള്ളതെന്ന് കണ്ടെത്തുകയും ഇസ്ലാമിലേക്ക് വരികയും ചെയ്യുന്ന എത്രയോ ആൾക്കാർ നിരീശ്വരവാദിയുടെ വാക്ക് കേട്ട് ഖുർആൻ പഠിക്കുകയും അങ്ങനെ ഖുർആനോട് ഇഷ്ടം തോന്നുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നവർ അനവധിയാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് വിടുന്നുണ്ട്. അപ്പം
അതിനൊരു മുതൽക്കൂട്ടാവുന്ന നിരീശ്വരവാദികളുടെ ഈ വാദം, പിന്നെ ഈ പ്രഭാഷണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, നിരീശ്വരവാദികൾക്ക് ഇങ്ങനെ കയറൂരി വിട്ട് അവർക്കും പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയാനുള്ള അവസരം അള്ളാഹു കൊടുക്കുന്നത്. അപ്പോൾ അതിന് പിന്നെ ലക്ഷ്യങ്ങളുണ്ടാവും. ഇത് നല്ല കാര്യങ്ങളില്ലാതെ അള്ളാഹുവിനും ചെയ്യില്ല. അപ്പം നിരീശ്വരവാദികൾ മൂലം ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾക്ക് ഇങ്ങനെ പറയാനും ഒക്കെ സൗകര്യം അള്ളാഹു ചെയ്ത് കൊടുക്കുന്നത്. അള്ളാഹു ഹൃദയങ്ങളിൽ മുദ്ര വെച്ചത് മൂലം അവർക്ക് കാര്യം ഗ്രഹിക്കില്ല. എന്ത് പറഞ്ഞാലും അവർക്ക് കാര്യം ഗ്രഹിക്കില്ല. ഇപ്പോൾ ആരിഫ് ഹുസൈൻ ഇപ്പോൾ അടുത്തൊരു പ്രസംഗം ചെയ്തു. എന്താണ്, ഖുർആനിൽ എല്ലായിടത്തും ഇസ്രായേൽ എന്ന പദം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഫലസ്തീൻ ഇല്ല. എന്തുമാത്രം വിവരം കെട്ടവരാണ് ഇവർ. പൊതുവെ ഈ നിരീശ്വരവാദികൾ എല്ലാ വർത്താനം നോക്കി വളരെ വിവരം കെട്ടവർ, ബാലിഷ്യമായ സംസാരങ്ങൾ, നേഴ്സറി കുട്ടികൾ പോലും പറയാത്ത അത്രയും വിവരക്കേടുകളാണ് ഇവർ പറയുന്നത്. വലിയ പൊക്കിപ്പിടിച്ച് തന്നെ വലിയ സംഭവമാണെന്ന് പറയും. ഇസ്രായേൽ എന്ന വാക്ക് വെച്ചാൽ യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അതായത് രാജ്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇസ്രായേൽ സന്തതികളെ എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ മക്കളാണ്, അല്ലാണ്ട് എവിടെയുള്ള ഇസ്രായേൽ അല്ലല്ലോ. പിന്നെ ഈ ഫലസ്തീനിലെ ഖുർആനിൽ പൊതുവെ ഒരു രാജ്യത്തെക്കുറിച്ചും പറയുന്നില്ലല്ലോ. മക്കയും മദീനയും കുറിച്ച് പറയുന്നതല്ലാണ്ട് ഇന്ത്യയെക്കുറിച്ചോ അമേരിക്കയെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഫലസ്തീനികളെ കുറിച്ച് പറഞ്ഞില്ല എന്ന് കരുതി ഫലസ്തീൻ ഇല്ല എന്ന് വിടുന്നില്ലല്ലോ. ഫലസ്തീനിലത്തെ നാണയം ഉണ്ട്. ഫലസ്തീനിലെ നാണയങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാമെന്ന് വെച്ചാൽ 1947 ഒറ്റമുള്ളത്, 1847 ഒറ്റമുള്ള നാണയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഫലസ്തീൻ ഉണ്ട്. ഫലസ്തീനികളാണല്ലോ ഈ ജൂതന്മാർക്ക് അഭയം കൊടുത്തത്. അവർക്ക് ആരും അഭയം കൊടുക്കാതെ വന്നപ്പോൾ പാവം ഫലസ്തീനികൾ അവർക്ക് അഭയം കൊടുക്കുകയും എന്നിട്ട് അവരെന്ത് ചെയ്തു, ആതിഥേയരെ അവരെന്ത് ഈ ജൂതന്മാരെ ആട്ടിപ്പുറത്താക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇവരും പറയുന്നത് ഇങ്ങനെ ഈ ഖുർആനിലൊക്കെ ഇസ്രായേൽ എന്ന പദമേ ഉള്ളൂ, ഫലസ്തീനില്ല, അപ്പോൾ ഇസ്രായേലാണ് ഉള്ളത്. അപ്പോൾ ഇത്രക്കും വിവരം കെട്ട വർത്തമാനങ്ങളാണ് നിരീശ്വരവാദികൾ പറഞ്ഞത്. അപ്പോൾ അവർക്ക് കാര്യം ഗ്രഹിക്കില്ല. കാര്യം ഗ്രഹിക്കാത്ത കൂട്ടരാണ് അവർ. എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഐനി എന്നാണ് ചോദിക്കുക. എന്തെങ്കിലും പറഞ്ഞാൽ ഐനി. ഇപ്പോൾ നമ്മളിപ്പം ഖുർആനിലിപ്പോൾ പരന്ന ഭൂമിയെ കുറിച്ചുള്ള വാക്യങ്ങൾ എടുത്ത് കാണിച്ചു കൊടുത്താൽ ഐനി എന്നാണ് ചോദിക്കുക. അതിനിപ്പോൾ എന്താ കാര്യം എന്ന്. അപ്പോൾ ഖുർആൻ എല്ലായിടത്തും പരന്ന ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമി പരന്നതാവുമല്ലോ സാധ്യത. അല്ലാതെ ഉരുണ്ട ഭൂമി ആവാൻ ഗോളം എന്നുള്ളൊരു വാക്ക് പോലും ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം പിന്നെ പരന്ന ഭൂമി സ്വീകരിക്കുകയല്ലേ വേണ്ടത്. അതുപോലെ തന്നെ മറ്റെന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അതിന് ചോദ്യമാണ് അവർക്ക്. കാരണം ഒരു പരിഹാസമാണ് അവർ. ഇസ്ലാമിനുള്ള പരിഹാസം, അല്ലാണ്ട് അറിവില്ലായ്മ കൊണ്ടല്ല. ഇസ്ലാം സത്യമാണെന്നറിയാം, എങ്ങനെയെങ്കിലും മികഴ്ത്താൻ. അതിന് കുറേ അവർക്ക് ഇല്ലുമിനാറ്റികളിൽ നിന്ന് ഫണ്ടും കിട്ടുന്നുണ്ട്. പോരാത്തതിന് ഇവർ ഇല്ലുമിനാറ്റി വിദ്യാഭ്യാസം മൂലം അവർ ഇല്ലുമിനാറ്റിയുടെ അടിമകളായിപ്പോയി. അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഇല്ലുമിനാറ്റികൾക്ക് അനുസരിച്ച് അവർ പറയും. മതത്തെ ഭൂമിയിൽ നിന്ന് തുരത്തുക. മതവും ദൈവവിശ്വാസമൊക്കെ മനുഷ്യൽ ധാർമ്മികത നിറയ്ക്കില്ല. അപ്പം ധാർമ്മികത പറ്റില്ല. സാത്താനിസത്തിന് ധാർമ്മികത പാടില്ല. ഭൂമിയിൽ ഒരു തുള്ളി ധാർമ്മികതയും ഇല്ലാതാക്കിയാലേ അവിടെ നേതാവായ ലൂസിഫർ രംഗത്ത് വരുള്ളൂ. അപ്പം അതിനാൽ അവർ പരമാവധി ധാർമ്മികത ഇല്ലാതാക്കും. അതിന് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട മതങ്ങളാണ്. മതങ്ങൾ അങ്ങോട്ടും തമ്മിൽ തെറ്റിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും പല മതങ്ങളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിവാഴ്ത്തേക്കുന്നതൊക്കെ അതിൽ മുൻപന്തി നിൽക്കുന്ന നിരീശ്വരവാദികളേക്ക്. ഇപ്പോൾ ശബരിമലയിലത്തെ പ്രശ്നമാണെങ്കിലും അവിടെ ജ്യോതി തെളിയുന്നത് അവിടെ പോലീസുകാർ തെളിയിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞതാക്കുന്ന അധികം നിരീശ്വരവാദികളാണ്. സംഭവം ശരി തന്നെയാണ്. എന്നാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറ്റിക്കുക. എപ്പോൾ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഈ വർഗീയത ഉണ്ടാക്കുന്നതിൽ നിരീശ്വരവാദികളായിരിക്കും. അപ്പം യുവതി പ്രവേശനം നടത്തിയല്ലോ നമ്മളെ പിണറായിയും കൂട്ടരും. കമ്മ്യൂണിസം വെച്ച നിരീശ്വരവാദമാണല്ലോ. ദൈവം അല്ല സൃഷ്ടിച്ചത്, തനിയെ ഉണ്ടായതാണ് ചിന്തിക്കുന്ന കൂട്ടരാണ്. അപ്പോൾ അവരാണ് ഈ ശബരിമല യുവതി പ്രവേശനം നടത്തിയത്. അല്ല, യുവതികളോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം അയ്യപ്പ സംഘം ഉണ്ടാക്കുന്നത് എന്താണ്? വോട്ട് ലക്ഷ്യം കണക്കാക്കിയിട്ട്
ഇപ്പം അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾ മറക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ അയ്യപ്പ സംഗമം നടത്തുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യമാണെന്തോ അറിയില്ല. എന്തായാലും എവിടെയും പ്രശ്നങ്ങളും വർഗീയതയൊക്കെ ഉണ്ടാക്കുന്നത് നിരീശ്വരവാദികളാണ്. ഇപ്പം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, ഹിന്ദുവിനും മുസ്ലിമിനെയും ക്രിസ്ത്യാനികളും തമ്മിൽ തെറ്റിച്ച് എന്തിനു വേണ്ടിയാണ്? അവർ നിരീശ്വരവാദികളായതാണല്ലോ. അവർക്ക് ഒരു മതത്തോടും ഇഷ്ടമില്ല, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവർ തെറ്റിക്കുന്നത്, അങ്ങോട്ടും തമ്മിൽ തെറ്റിക്കുക. അപ്പോൾ അത് തന്നെയാണ് നിരീശ്വരവാദികൾ ചെയ്തത്. അപ്പോൾ ഒരു കാര്യം ഗ്രഹിക്കാത്തൊരു കൂട്ടാണ്. ഇത്തരം കാര്യം ഗ്രഹിക്കാത്ത കൂട്ടരെയും ഹൃദയം മുദ്ര വെച്ച കൂട്ടരുടെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കണമെന്ന്. അത്തരം കൂട്ടർ സമൂഹത്തിന് വലിയ വലിയ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ദ്രോഹികളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹുവിനെ എല്ലാ സത്യവിശ്വാസികളെയും കാത്തുരക്ഷിക്കണമെന്ന് തമ്പുരാനെ. ആമീൻ.